നിർവഹിച്ചു. ഈദുൽ അദ്ഹ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ മനുഷ്യർ ഇന്നലെ ഈദുൽ അദ്ഹ ആഘോഷിച്ചു ഗസയിൽ. അവരെങ്ങനെയാണ് ഈദുൽ അദ്ഹ ആഘോഷിച്ചത്? ബോംബർ വിമാനങ്ങൾ കൊണ്ടുവന്നിട്ട് ബോംബുകൾ തകർത്തു കളഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുകൊണ്ട് അവിടെയാണ് അവർ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചത്. അവിടെ ചോരയുടെ മണമുണ്ട്. തന്റെ പ്രിയപ്പെട്ടവർ, ബാപ്പ, ഉമ്മ, ജ്യേഷ്ഠാനുജന്മാർ, ആങ്ങള, പെങ്ങന്മാരും എല്ലാം മരണപ്പെട്ടു പോയ അവരുടെ രക്തസാക്ഷിത്വത്തിന്റെ രക്തകണങ്ങളുടെ ഗന്ധമുള്ള ആ കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ് അവർ. ഉച്ചൈസ്തരം എല്ലാം നഷ്ടപ്പെട്ട അനാഥ ബാലന്മാരടക്കം വിളിച്ചു പറയുകയാണ്, വിധവകൾ വിളിച്ചു പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ തക്ബീറിന് വലിയ അർത്ഥമുണ്ട്. അത് നമ്മുടെ ഈണത്തിലുള്ള തക്ബീറിന്റെ മാധുര്യമല്ല അതിനുള്ളത്. അത് അവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഉറച്ചമായ വിശ്വാസം. ആ വിശ്വാസം മാത്രമല്ല, ജീവിതം കൊണ്ട് അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പടച്ചവനെ, ലോകത്തുള്ള മുഴുവൻ ആയുധ ശക്തികളും ലോകം മുഴുവനും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടും, ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മുസ്ലിം ലോകവും മുസ്ലിം രാജ്യങ്ങളുണ്ടായിട്ട് പോലും ശത്രുവിന്റെ കൈ പിടിച്ചു വെക്കുവാൻ അവർക്ക് കഴിയാതിരുന്നിട്ടും, വളരെ ദുർബലരും നിരായുധരുമായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ ചെറുത്തു നിൽക്കുവാനുള്ള കരുത്ത് പടച്ചവൻ ഞങ്ങൾ കാണിച്ചുകൊണ്ട് നിന്റെ വിശ്വാസത്തിന്റെയും തവക്കുലിന്റെയും നിന്റെ തക്ബീറിന്റെയും നീ മഹാനാണ് എന്നതിന്റെയും ഉച്ചൈസ്തരമായ പ്രഖ്യാപനം ജീവിതം കൊണ്ട് സാക്ഷികളാക്കിയവരാണ് ഞങ്ങളെന്ന് അവർ വിളിച്ചു പറഞ്ഞു. അത് ലോകം ഞെട്ടുകയാണ്. ഗസയിലെ പോരാളികളുടെയും ഗസയിലെ കുഞ്ഞുമക്കളുടെയും ആത്മധൈര്യത്തിന്റെ മുന്നിൽ ലോകം അമ്പരന്ന് നിൽക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, എങ്ങനെ കഴിയും മനുഷ്യൻ? അതാണ് പല യൂറോപ്യന്മാരെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. പല യൂറോപ്യന്മാർ ഇസ്ലാമിലേക്ക് വരുന്നത് ഈ ആത്മധൈര്യം കണ്ടിട്ടാണ്. ഇതെന്ത് വിശ്വാസമാണ്? അവർ മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ ഒരു വിശ്വാസം. 40,000 കഫംപടകളാണ് അള്ളാഹുവിലേക്ക് യാത്ര പോയത്. 40,000 കഫംപടകൾ. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവരുടെ മനസ്സിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈമാൻ, അള്ളാഹു ഞങ്ങളുടെ കൂടെ റബ്ബുണ്ട്, അള്ളാഹു ഉണ്ടെന്നുള്ള വിശ്വാസം. ഇത് പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിൽ ഒടുവിൽ ഒരു വിജയമുണ്ട്. ഇപ്പോഴും അവർ വിജയചിഹ്നം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട്, നിരത്തിവെച്ച മയ്യത്തുകൾക്കിടയിൽ നിന്നുകൊണ്ട്, പിഞ്ചു മക്കളുടെ മയ്യത്ത്, ചോരവരന്റെ ശരീരം സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മാറുടെ അമ്മിഞ്ഞപ്പാൽ നൽകിയിരുന്ന അതേ മാറത്തേക്ക് മക്കളുടെ മയ്യത്തും ചോരയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മാരി വിളിച്ചു പറയുകയാണ്, വിജയിക്കും ഞങ്ങൾ, ഖുദ്സ് ഞങ്ങൾ മോചിപ്പിക്കും, എന്റെ മക്കളുടെ രക്തത്തിന്റെ തുള്ളികൾ ഒരിക്കലും പാഴായി പോവുകയില്ല എന്നവർ വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, എവിടെയും പിടിച്ചു നിൽക്കുന്ന, ത്യാഗം ചെയ്യുന്ന, ഉറച്ചു നിൽക്കുന്ന ഒരു ജനതക്ക് അള്ളാഹു അവസാനമായി വിജയം നൽകും. അള്ളാഹു ഗസയിലെ മുസ്ലിമീങ്ങളെ വിജയിപ്പിക്കുമാറാവട്ടെ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരും നോക്കണം, നിങ്ങൾ അവരേറ്റവും വലിയ ലോക